ഞാനാകുമെന്ന, അവരുടെ കണ്ണ് ഞാനാകുമെന്ന, അവരുടെ കാല് ഞാനാകുമെന്ന, അവരുടെ കൈ ഞാനാകുമെന്ന, അവരുടെ നാവ് ഞാനാകും. ലഇൻ സഅലനി ലഉതിയന്നഹു, അവരങ്ങ് ചോദിച്ചാൽ ഞാനതങ്ങ് കൊടുക്കും. വലഇൻ ഇസ്തഅദനി, അവര് കാവൽ ചോദിച്ചാൽ ഞാൻ കാവൽ കൊടുക്കും. നൂറുകണക്കിന് ഹദീസുകൾ പറയാനുണ്ട് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ. അവരങ്ങനെയാ. അള്ളാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ആ മഹാന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു ആ മഹാന്റെ ഒരു വെളിച്ചം നമ്മുടെ നാട്ടിലെന്നും നൽകട്ടെ. ഒരു നാട്ടിൽ ഒരു മഹാൻ മറവിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ നാടിന് പോലും മഹത്വം ഉണ്ടാകും, ഉറപ്പാണ്. ഒരു നാട്ടിൽ ഒരു മഹാ മറവിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ നാടിന് പോലും മഹത്വം ഉണ്ടാവും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായപ്പോ ആ നാട്ടിലാകെ തർക്കം. എന്തിനാ തർക്കമെന്നറിയോ? എല്ലാ ആളുകളും പറഞ്ഞു യൂസുഫ് ഈ നാട്ടുകാരനല്ല, യൂസുഫ് കന്നാൻകാരനാണ്, ഈജിപ്തിലേക്ക് വന്നതാണ്, അതുകൊണ്ട് ഞങ്ങളെ മഹല്ലിൽ മറവ് ചെയ്യണം, ഞങ്ങളെ മഹല്ലിൽ മറവ് ചെയ്യണം. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുകയാ, ലിമാ യർജൂന മിൻ ബറകതിഹി. എന്തിനാ നാട്ടുകാർ വാശി പിടിച്ചത്? എന്തിനാ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ മറവ് ചെയ്യണം, ഇവിടെ മറവ് ചെയ്യണം വാശി പിടിച്ചത്? അതിന്റെ കാര്യം എന്താണെന്നറിയോ? ലിമാ യർജൂന മിൻ ബറകതിഹി, അദ്ദേഹത്തിന്റെ ബറക്കത്ത് പ്രതീക്ഷിച്ചിട്ടാണ്. വാശി പിടിച്ച് ആളുകൾ ഒരു സംഘടനത്തോടടുത്തു. അപ്പൊ അവിടെയുള്ള ഉലമാക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇതിപ്പോ എവിടെ മറവ് ചെയ്താലും ആളുകൾ പ്രശ്നം ഉണ്ടാക്കും, ആകെ അടിയും പിടിയും നായാട്ടും പ്രശ്നങ്ങളുമായിരിക്കും. അതുകൊണ്ട് ഇരുമ്പുരുക്കി ഈയം കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കുക, ഈയത്തിന്റെ പെട്ടി ഉണ്ടാക്കുക, ഇരുമ്പ് ഉരുക്കി ഈയം കൊണ്ട് പെട്ടി ഉണ്ടാക്കുക. ആ പെട്ടിയിൽ യൂസുഫിനെ അടക്കം ചെയ്തിട്ട് നൈൽ നദിയിലിടുക. എന്നാ പിന്നെ നൈൽ നദി ഈ നാടിന്റെ 4 ഭാഗത്തേക്കും എത്തും, എല്ലാവർക്കും ബറക്കത്ത് കിട്ടുമല്ലോ. അങ്ങനെ ചെയ്തു. 400 കൊല്ലത്തോളം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ജനാദ സൂക്ഷിച്ചത് നൈൽ നദിയാണ്. അതുകൊണ്ട് ലോകത്തുള്ള വെള്ളങ്ങളിൽ 4ാം സ്ഥാനം നൈൽ നദിക്കാൻ. അഫ്ളലുൽ മിയാഇ മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്മാഇൻ നബിയിൽ മുത്തബഅ യലിഹി മാഉ സംസമു ഫൽ കൗസറു ഫാനിലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. ലോകം കണ്ട വെള്ളങ്ങളിൽ ഏറ്റവും മഹത്തായ വെള്ളം അത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിരലുകൾക്കിടയിലൂടെ പൊട്ടിപ്പുറപ്പെട്ട വെള്ളമാണ്. പിന്നെ സംസമാൻ, പിന്നെ ഹൗദുൽ കൗസറാണ്. ഫാനിലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. പിന്നെ മുഅ്മിനെ വെള്ളങ്ങളിൽ മഹത്തായ വെള്ളം നൈൽ നദിയിലെ വെള്ളമാണ്. 400 കൊല്ലം ആ മനുഷ്യന്റെ ജനാദ സൂക്ഷിച്ചു. ഔഹല്ലാഹു ഇലാ മൂസ നബി ബനി ഇസ്രായീൽ. അങ്ങനെ അല്ലാഹു ബനു ഇസ്രായീലിലെ നബിയായ മൂസാ നബിക്ക് വഹി അറിയിച്ചതാ, നൈലിന്റെ ഇന്നാലിന്റെ ഭാഗത്ത് യൂസുഫിന്റെ ശരീരമുണ്ട്. 400 കൊല്ലങ്ങൾക്ക് ശേഷം നൈലിന്റെ ഇന്നാലിന്റെ ഭാഗത്ത് യൂസുഫിന്റെ ശരീരമുണ്ട്. അതെടുത്തു കൊണ്ടുവന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് മറവ് ചെയ്യണം. അങ്ങനെ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമാണ് പണി ചെയ്തത്. ഒരു മഹാനുള്ള മണ്ണിന് പോലും മഹത്വമുണ്ട്. അള്ളാഹു ആ മഹാന്റെ ദർജ ഉയർത്തുകയും അദ്ദേഹത്തിന്റെ എല്ലാവിധ ആത്മീയ സംരക്ഷണവും നമുക്കൊക്കെ നൽകട്ടെ. വലിയ മഹാനാ മുഅ്മിനീങ്ങളെ. അവരൊക്കെ അള്ളാഹുവിന് വേണ്ടി എല്ലാ പരീക്ഷണങ്ങളിലും റബ്ബ് എന്ന ചിന്തയിൽ അവരങ്ങനെ ജീവിച്ചു. ഒരുപാട് വിഷമങ്ങളും പരീക്ഷണങ്ങളും നേരിട്ടെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എല്ലാം വിജയിച്ചു. അള്ളാഹു വിജയം നമുക്ക് നൽകട്ടെ. ഏത് പരീക്ഷണമാണെങ്കിലും മുഅ്മിനായ മനുഷ്യൻ അതിൽ വിജയിക്കണം. ഞാൻ